ഹായ് ഗായ്സ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുനന്ദയുടെ അമ്മ ലീല അച്ഛൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യവും പുറത്ത് ദൂരെ പോയി കഷ്ടപ്പെടുന്നതും അവളോടുള്ള സ്നേഹവും ഒക്കെ പറഞ്ഞ് കരഞ്ഞ് സുനന്ദയെ അവസാനം തടഞ്ഞു നിർത്തി. ഇടയ്ക്ക് ആത്മഹത്യാ ഭീഷണിയും മുഴക്കി. അന്നേരം നിധിയുടെ കോളും സുനന്ദയുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. അത് കണ്ട് ലീല, ഈ മൂദേവിയാണ് നിന്റെ സ്വഭാവം മാറ്റിച്ചത്. അമ്പലത്തിൽ വെച്ച് എന്നോട് അന്ന് എതിർത്തു പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു. ഇവിടെ അമ്പലത്തിൽ കാത്തു നിന്നിരുന്ന സുഭാഷും അനുജന്മാരും നിധിയും തിരിച്ചെത്തി. നിധി സുഭാഷിനോട് കുറെ കരഞ്ഞ് സോറി പറയുന്നുണ്ട്. കല്യാണ വേഷമൊക്കെ മാറ്റിവെച്ച് പതിവ് പോലെ കവറും എടുത്ത് ജോലിക്ക് പോകാൻ ഒരുങ്ങി നമ്മുടെ സുഭാഷ്. അന്നേരം ഹരീഷ് പറയുന്നത്, സുനന്ദ പണ്ടേ അങ്ങനെ തന്നെയാ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാ, എന്നിട്ട് അവളെ വിശ്വസിച്ച നമുക്കാണ് തെറ്റുപറ്റിയത്. അവൾ ഇങ്ങനെ ചെയ്തതിൽ ഏടത്തി എന്തു പിഴച്ചു എന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല. സുഭാഷ് നിധിയോട്, ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടി നിധിക്ക് തോന്നിയില്ലോ, അത് തന്നെ വലിയ കാര്യം. സുഭാഷ് ഏട്ടനോടും ഞങ്ങളുടെ കുടുംബത്തോടുമൊക്കെ ഇത്രയും സ്നേഹം തോന്നുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ അത്ഭുതം തോന്നുന്നു എന്ന് പറയുന്നു. പിന്നീട് ഭാസ്കരൻ താഴെ ഇരുന്ന് എന്തോ കഴിക്കുന്നുണ്ട്. എല്ലാവരും ചുറ്റും നിൽക്കുന്നു. ഭാസ്കരൻ നിധിയെ നോക്കി, മോളെ, നീ ഈ വീട്ടിൽ വന്ന് ഇത്രയൊക്കെയായിട്ടും ഇവനൊരു ട്രാവൽസിന്റെ ഓണറാണെന്ന് വിശ്വസിച്ചോ എന്ന്. അത് കേട്ടപ്പോൾ സുധീഷിന് ദേഷ്യം വന്നു. കഴിക്കാൻ വന്നതാണെങ്കിലേ കഴിച്ചിട്ട് പോയാൽ പോരെ, എന്തിനാ വെറുതെ വർത്തമാനം പറയുന്നത് എന്ന് ചോദിക്കുന്നു. ഭാസ്കരൻ തുടർന്നു, നിന്നെ പോലുള്ള കള്ളന്മാർ ഈ വീട്ടിലുള്ളപ്പോൾ അത് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേടാ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് നിധി ചോദിക്കുന്നുണ്ട്, എനിക്കും സംശയമില്ലാതിരുന്നില്ല കേട്ടോ, നിങ്ങൾ ഒരു ഓണറാണെന്ന് വിശ്വസിച്ചത് കൊണ്ടൊന്നുമല്ല, ഈ കള്ളവും നാച്ചുറലി പൊളിയുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്ന്. ഇത് പറയുമ്പോൾ എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നതാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.